ആദർശ വൈശിഷ്ട്യം മനസ്സിലാക്കി കടന്നു വന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തു. അതേ ക്രമത്തിലും ഭാവത്തിലും ചില്ലറ സ്ഖലിതങ്ങളൊക്കെ ഉണ്ടായെങ്കിലും കാര്യമായ വ്യതിയാനങ്ങൾ ഏതുമില്ലാതെ, അഭിപ്രായാന്തരങ്ങളില്ലാതെ 13 നൂറ്റാണ്ട് കാലം കേരളത്തിൻ്റെ മണ്ണിൽ അറിവുള്ള മനുഷ്യരെ പിൻപറ്റിയും അംഗീകരിച്ചും കേരളീയ മുസ്ലിങ്ങൾ നിലകൊണ്ടു. 13 നൂറ്റാണ്ട് കാലത്തിന് ശേഷം പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്തുകൊണ്ട് മതത്തിനകത്ത് പുതിയ ചിന്തകൾ പ്രചരിപ്പിക്കുവാൻ, മതാദർശത്തിൽ വെള്ളം ചേർക്കുവാൻ, മാലിന്യം കലർത്തുവാൻ ചില ഗൂഢശക്തികൾ ശ്രമം നടത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കുവാനും പരിശുദ്ധ ഇസ്ലാമിൻ്റെ തനിമയും തെളിമയും കാത്തു സൂക്ഷിക്കുവാനും മഹാന്മാരായ പണ്ഡിതവര്യന്മാർ തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചതിൻ്റെ ബാക്കിയാണ്, അതിൻ്റെ ഫലമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആധികാരിക മതപണ്ഡിത സഭയുടെ പിറവി. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മതപ്രബോധന രംഗത്ത്, സാംസ്കാരിക പ്രവർത്തന രംഗത്ത് ഈ രാജ്യത്ത് കാലങ്ങളായി നിലനിൽക്കുന്ന സ്നേഹത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ, സന്ദേശങ്ങളുടെ സംരക്ഷണത്തിൻ്റെ വഴിയിൽ 1 നൂറ്റാണ്ട് പൂർത്തിയാക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് സമസ്തയുടെ ഏറ്റവും ആധികാരികമായ ബഹുജന ഘടകം കേരള മുസ്ലിം ജമാഅത്ത് ഇത്തരം പ്രോഗ്രാമുമായി സമൂഹമധ്യത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചു, മതപ്രബോധനത്തോടൊപ്പം തന്നെ നമ്മുടെ രാജ്യം കാലങ്ങളായി കാത്തുസൂക്ഷിച്ചു വരുന്ന മൂല്യങ്ങളുടെ സംരക്ഷണത്തിനും അതിൻ്റെ പ്രചരണത്തിനും നമ്മുടെ നാട്ടിലെ പണ്ഡിതവര്യന്മാർ, അഹ്ലുസുന്നയുടെ നേതൃത്വം ജാഗ്രതയോടെ നിലകൊണ്ടു. നന്മയ്ക്കെതിരായി, സ്നേഹത്തിനെതിരായി ഉയർന്നു വരുന്ന സകലമാന പ്രവണതകൾക്കെതിരെയും അവർ പൊതുസമൂഹത്തെ ഉത്ബോധിപ്പിച്ചു, അവർക്ക് നേരിൻ്റെ വഴി കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, ഒരു വേള ഇന്ത്യ രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസ്ലിം സമുദായം അന്യായമായി ചില ഛിദ്രശക്തികളുടെ പ്രവർത്തന ഫലമായി സംശയത്തിൻ്റെ മുൾമുനയിൽ നിന്നപ്പോഴും മലയാള മണ്ണിലെ മുസ്ലിം സമൂഹം നെഞ്ചുവിരിച്ച് തല ഉയർത്തി അധികാര കേന്ദ്രങ്ങൾക്കോ ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങൾക്കോ സംശയത്തിനോ നമുക്ക് നേരെ നിലപാട് സ്വീകരിക്കുവാനോ അവസരം കൊടുക്കാതെ തെളിമയോടെ ഇവിടെ നിലകൊണ്ടത്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ രാജ്യം എക്കാലത്തും കാത്തു സൂക്ഷിച്ചിട്ടുള്ള നന്മയുടെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, മതനിരപേക്ഷതയുടെ പാരമ്പര്യം അത് ഉയർത്തിപ്പിടിക്കാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിൻ്റെ നേതൃത്വവും സമസ്തയുടെ കീഴ്ഘടകങ്ങളും പ്രവർത്തകരും എക്കാലവും ശ്രമിച്ചിട്ടുള്ളത്. അതേസമയം അത്ര ക്ഷന്തവ്യമല്ലാത്ത ചില പ്രവണതകൾ രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട്. അത് സംബന്ധമായി നമ്മുടെ നേതൃത്വം ഉള്ളവരാണ്. തെറ്റായ പ്രവണതകൾക്കെതിരെ അധികാര കേന്ദ്രങ്ങളുടെ പിൻബലത്തോടെയും അല്ലാതെയും നടന്നു വരുന്ന ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെ വിരുദ്ധമായ പ്രവണതകൾക്കെതിരെ ശക്തമായ പോരാട്ടത്തിനും സമരത്തിനും ഈ പ്രസ്ഥാന നേതൃത്വം മുന്നിൽ നിന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് വൈദേശിക ശക്തികൾ നീണ്ടകാലം അധികാരം കൈയാളുകയും അവർക്കെതിരായി ഈ രാജ്യത്തെ ജനത ജാതി മതവർഗ ചിന്തകൾക്ക് അതീതമായി ഒന്നിച്ചു നിൽക്കുകയും വിദേശ ശക്തികളെ, സാമ്രാജ്യത്വ ശക്തികളെ നമ്മുടെ രാജ്യത്ത് നിന്ന് ആട്ടിയോടിക്കുകയുണ്ടായി. അന്നു മുതൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സ്നേഹത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ നല്ല മാതൃകകളെ കുഴിച്ചുമൂടാൻ നടക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ്
നമ്മുടെ രാജ്യത്ത് ഇടക്കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ചില വിവാദങ്ങൾ, അതിന് അധികാര കേന്ദ്രങ്ങളുടെ പിൻബലവും പിന്തുണയും ഉണ്ട് എന്നത് ദുഃഖകരമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ജനതയുടെ അസ്തിത്വം ചോദ്യം ചെയ്യും വിധത്തിൽ, അവരുടെ പൗരത്വത്തെ നിരാകരിക്കുകയും ചോദ്യം ചെയ്യും വിധത്തിൽ ചില നിയമനിർമ്മാണ പ്രക്രിയകൾ ഈ രാജ്യത്തുണ്ടായി. ശുഭോദർക്കമായ കാര്യം, ആ പ്രവണതക്കെതിരെ ഈ രാജ്യത്ത് ശബ്ദമുയർത്തിയത് ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷം മാത്രമായിരുന്നില്ല. ആർക്കെതിരെയാണോ വെല്ലുവിളി ഉയർന്നത് ആ ജനത മാത്രമായിരുന്നില്ല. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന എല്ലാ ജാതി മത വർഗ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരും ഒന്നിച്ചു നിന്ന് അതിനെതിരെ ശബ്ദമുയർത്തുകയുണ്ടായി. സ്വാഭാവികമായും അധികാരത്തിന്റെ ദണ്ട് കൈവശമുള്ളവർ അവരുടെ താല്പര്യം നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ തുടരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെയാണ് എക്കാലത്തും ഒരു ഭീഷണിയായി ഉയർന്നു വരുന്ന ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിവാദം. രാജ്യത്താകമാനം ബാധകമാകും വിധത്തിൽ അത് നടപ്പാക്കിയിട്ടില്ലെങ്കിലും ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. ഏറ്റവും അവസാനം വഖഫുമായി ബന്ധപ്പെട്ട വിവാദം. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുകയില്ല. വഖഫ് എന്ന് പറയുന്നത് ആരുടെയെങ്കിലും മുതൽ അന്യായമായി കൈയടക്കി വെക്കുന്ന പ്രവണതയല്ല. മാത്രമല്ല, ആരുടെയും സ്വത്ത് അന്യായമായി കൈയടക്കുന്നത് മതവിരുദ്ധവും മരണാനന്തര ജീവിതത്തിൽ ശിക്ഷക്ക് കാരണമാകുന്നതുമാണ് എന്ന് പഠിപ്പിക്കുന്ന ദർശനമാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെത്. അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ച് പരലോകത്ത് പ്രതിഫലം ആഗ്രഹിച്ച് സ്ഥായിയായ സ്വഭാവത്തോടുകൂടി, അല്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഉപഭോക്താവിന് വർദ്ധിതമായ പ്രയോജനം ലഭിക്കും വിധത്തിലുള്ള ദാനധർമ്മമാണ് വഖഫ് എങ്കിൽ അത് അവനവന്റെ മുതൽ മാത്രമേ വഖഫ് ചെയ്യാനാകുകയുള്ളൂ.